മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വനം വകുപ്പിനെ ഈ കടുവ ഏതാ പുലി ഏതെന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. AKCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രതിഷേധ സായാഹ്ന കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കർഷക പ്രതിഷേധ സായാഹ്നം നമ്മളിവിടെ സംഘടിപ്പിക്കുകയാണ്. 1-2 മാസത്തിലധികമായി കേരളത്തിൽ അങ്ങോളം പ്രത്യേകിച്ച് മലയോരങ്ങളിൽ കർഷക ജനത ഇപ്രകാരമുള്ള വലിയ സമര പരിപാടികളിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമ്മൾ മുദ്രാവാക്യത്തിൽ ഏറ്റുവിളിച്ചതുപോലെ ഇത് നമ്മുടെ അതിജീവനത്തിനുള്ള പോരാട്ടമാണ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഇടവക പരിധിയിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പീടികക്കുന്ന് ആ പ്രദേശത്ത് ആനയിറങ്ങി ആ പ്രദേശത്തുള്ള കർഷകർ വളരെ ബുദ്ധിമുട്ട്, രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അത് അനുഭവിച്ച പലരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാഞ്ഞിരക്കൊല്ലിയിലും ശാന്തിനഗറിലും മണിപ്പാറയിലും മണിക്കടവിലും മുണ്ടാനൂരും കാലാങ്കിയിലും മാട്ടറയിലും ഒക്കെ ആനയുടെയും കടുവയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ഉപദ്രവങ്ങൾ നമ്മൾ അനേക നാളുകളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നു ചേർന്ന് ഇതിനെതിരെ സർക്കാർ നടപടികൾ സ്വീകരിക്കണം. ഇവയെ നശിപ്പിക്കുവാനും ഇവയുടെ ആക്രമണത്തിൽ നിന്ന് ഈ മലയോര ജനതയെ രക്ഷിക്കുവാനുമായി എത്രയും പെട്ടെന്ന് തയ്യാറാകണം. അതിനുള്ള നിയമ നടപടികൾ നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഈ സായാഹ്നത്തിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ മണിക്കടവിൽ ഇന്നൊരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മലയോര മേഖല വനാതിർത്തി പങ്കിടുന്ന കാലാങ്കി, കാഞ്ഞിരക്കൊല്ലി, ശാന്തിനഗർ, മാട്ര പോലെയുള്ള പ്രദേശങ്ങളിൽ കുഞ്ഞു മക്കൾക്ക് പോലും പ്രായമായവർക്കും പഠിക്കാൻ സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. നിരന്തരം കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം മനുഷ്യജീവൻ എന്നും അപകടത്തിൽ അതിൻ്റെ ഭീകരമുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. AKCCയുടെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. മണിപ്പാറ ഇടവകയുടെ AKCCയുടെ പ്രസിഡന്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ രീതിയിലാണ് ഈ മണിക്കടവ്, കാലാങ്കി, ശാന്തിനഗർ, ആനപ്പാറ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കാര്യം വളരെ വിഷമമാണ്. കാർഷിക മേഖലയാണ് മലയോര മേഖല എന്ന് പറഞ്ഞാൽ തീർത്തും പരമദരിദ്രരായ കൃഷിപ്പണിക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് രാവിലെ റബ്ബറൊക്കെ വെട്ടാൻ പോകണമെങ്കിൽ വളരെ പേടിയോടും വെളുപ്പിനെ 2-3 മണിക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് വെളുപ്പിനെ റബ്ബർ വെട്ടാൻ പോകാൻ വളരെ വിഷമജനകമായ സാഹചര്യമാണ്. നമുക്കറിയാം, വെളുപ്പിനെ വെട്ടിയെങ്കിൽ മാത്രമേ പാല് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ 6 മണിക്കൊക്കെ പോയാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ അവർക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കാർഷിക മേഖലയിൽ വളരെ വിലത്തകർച്ച നേരിടുന്ന ഈ സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളോടൊപ്പം ഈ സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ഭരണാധികാരികളും ഇടപെടണം. ഇത് ഒരു വീട്ടമ്മ തൻ്റെ ആ ഭയവും ആ നൊമ്പരവും വേദനയും നമ്മളോട് പങ്കുവെക്കുകയാണ്. ഞാനൊരു കാലാങ്കി നിവാസിയാണ്. അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് ഭീതിയോടെയാണ്, ഒരുപാട് വേദനിച്ചാണ് അവിടെ കഴിയുന്നത്. ശരിക്കും ഓരോ ദിവസവും നേരം പുലർന്ന് കിട്ടുമോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമാണ്. അത്രയധികം പേടിയോടെയാണ് ഞങ്ങളവിടെ ഓരോ ദിവസവും ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഭർത്താക്കന്മാർ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നവരാ. അപ്പോൾ അവർക്കൊക്കെ ഒരു 3 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് റബ്ബർ വെട്ടി അതുകൊണ്ടാണ് നമ്മൾ ഉപജീവനം നടത്തുന്നത്. പക്ഷേ അതിനു പോലും പുറത്തിറങ്ങാനുള്ള ഒരു അവസരം നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇറങ്ങുമ്പോൾ കാണുന്നത് ആനയാണ്, പന്നിയെയാണ്, പുലിയാണ്, കടുവയാണ്. ശരിക്കും നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നടന്നാണ്. അവിടെ ധാരാളം വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് കുട്ടികൾ ഇറങ്ങി നടന്ന് പോകുമ്പോൾ നമുക്ക് കുട്ടികൾ ഒരു 7 മണി 7:30 വിടേണ്ടി വരും. ആ സമയത്ത് പോലും ആനകൾ ഈ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറി പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കുട്ടികളെ നമുക്ക് വിടാൻ പറ്റുന്നില്ല. ഞങ്ങൾ സ്ത്രീകൾ തൊഴിലുറപ്പിനൊക്കെ പോകുന്നവരാ. അപ്പോൾ ഞങ്ങൾക്കൊന്നും ധൈര്യമായിട്ട് പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റുന്നില്ല. എന്തിനൊരു വിറക് പെറുക്കാൻ അവനവൻ്റെ പുരയിടത്തിൽ പോലും ഇറങ്ങാനുള്ള ത്രാണി ഇപ്പം ഞങ്ങൾക്ക് ഇല്ലാതായി എന്നുള്ളതാ. അപ്പോൾ ഇതിനു വേണ്ടി എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വന്യജീവി ശല്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കൊരു സുരക്ഷ ഒരുക്കാൻ എല്ലാവരും, നാട്ടുകാരും സർക്കാരും ഒക്കെ
ചെയ്തു തരണമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഒരു സിസ്റ്റർ ചേരുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളരെയേറെ ഭീതിയിലാണ് ഞങ്ങളുടെ ജനങ്ങളെല്ലാം കഴിയുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടും കൂടിയാണ് ഞാൻ ഈ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ദേവാലയത്തിൽ വരുവാനോ ജോലിക്ക് പോകാനോ ഒക്കെ കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ പേരുണ്ട്. തിരിച്ചു പോകുവാനും ഭയങ്കര സന്ധ്യയായി കഴിഞ്ഞാൽ ആർക്കും വീട്ടിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും വളരെയേറെ വേദനയിലാണ്. അധ്വാനിക്കുന്ന വിളകളൊന്നും തിരിച്ചു കിട്ടുന്നില്ല, എല്ലാം നശിച്ചു പോകുക. അതെല്ലാം കണ്ടിട്ട് അവർ വേദനയിലാണ് കഴിയുന്നത്. കുട്ടികൾ പഠനത്തിന് പോകാനും വളരെയേറെ വിഷമിക്കുന്നു. ഇതെല്ലാം കണ്ട് അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഞാനും ഈ നിമിഷം ഇവിടെ ആയിരിക്കുക. അച്ഛാ, അടയ്ക്കാത്തോട് പുലി ഇറങ്ങിയ സംഭവം നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കണ്ടതാണ്. പക്ഷെ അവിടെ പറയുന്നത് വനംവകുപ്പ് വെച്ച ക്യാമറയിൽ ഈ പുലി കുടുങ്ങിയിട്ടേ ഇല്ല. പുലി ഇറങ്ങിയെന്ന് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. വനംവകുപ്പ് പറഞ്ഞ് അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു കർഷകൻ മൊബൈൽ ഫോണിൽ തൻ്റെ ജീവൻ പണയപ്പെടുത്തി ആ വീഡിയോ പിടിച്ച് കൊടുത്തതിന് ശേഷമാണ് വനംവകുപ്പ് ഉണരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ വനംവകുപ്പ് വെക്കുന്ന ഈ ക്യാമറയിൽ നമ്മുടെ മൃഗങ്ങൾ പെടാത്തത്? അച്ഛന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം, വനംവകുപ്പിന്റെ ക്യാമറകൾ പെടാത്തതിനുള്ള കാരണം മിക്കവാറും വനംവകുപ്പിന്റെ ക്യാമറകൾ ഒന്നും തന്നെ പ്രവർത്തന നിരതമാകാനുള്ള സാധ്യതയില്ല. കാരണം അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ക്യാമറ കേടാണെന്ന് പറഞ്ഞാലേ അടുത്ത ക്യാമറ മേടിക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ള കോടികൾ മേടിക്കാനായി പറ്റത്തുള്ളൂ. അവിടെ ഇതൊരു അഴിമതി നടത്താൻ പറ്റത്തുള്ളൂ. അവിടെ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജീവനെ കൊതിയുള്ള മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും. കാരണം അവനെ ആക്രമിക്കുന്ന ഒരു മൃഗവുമായി ബന്ധപ്പെട്ട് അവനൊരു പ്രതിസന്ധി ഉണ്ടെന്ന് അവൻ കാണും. ബാക്കി ശമ്പളം മേടിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കോ വനം വകുപ്പിനോ ഇത് കാണേണ്ട കാര്യമില്ല. കാരണം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനെ പിടിക്കേണ്ടതായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടതായി വരും. അവിടെ ഇതില്ല എന്ന് പറഞ്ഞാൽ, ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേരിൽ അവരെ ആക്രമണം, പിന്നെ അതിൻ്റെ നേരെ നടപടികൾ എടുക്കേണ്ടി വരികയല്ലോ. മൂന്നാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായും സ്വയം പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കും. സ്വയം പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് എവിടെയെങ്കിലും മറഞ്ഞിരുന്നാൽ മതി. അപ്പോഴത് മൂന്നാമത്തെ ഒരു പ്രധാന ഒരു കാര്യമാണ്. 4, ഇത് എന്നേക്കും തുടരുക എന്നത് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രതിസന്ധി തുടർന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഴിമതിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതങ്ങൾ നയിക്കാനായി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം പ്രൊലോങ് ചെയ്യുക, നിലനിർത്തുക എന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ആവശ്യമാണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് സ്റ്റിൽ എലൈവാണ്. ഇതിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്കറിയാം, ഇത് കർഷകർക്കറിയാം. ഈ പുലിയുടെ കാലിൻ്റെ പാട് കാണുമ്പോൾ നാട്ടുകാർക്ക് ഇത് മനസ്സിലാകും. ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഇത് പിന്നെ കടുവയെ കണ്ടാൽ പൂച്ചയായും പുലിയെ കണ്ടാൽ ചെറിയ ഏതെങ്കിലും മൃഗമായിട്ട് അവർക്ക് തോന്നുള്ളൂ. ഈ പുലിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പുലിയാണെന്നും കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കടുവയെന്ന് മനസ്സിലാവും. ഈ നാട്ടുകാരെ സ്ഥിരം കാണുന്നതുകൊണ്ട് പുലിയും കടുവയും പിന്നെ പൂച്ചയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, വനം വകുപ്പിനെ ഈ കടുവ ഏതാ പുലി ഏതെന്നൊന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ്നസ് ചാനലിന് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി, കണ്ണൂർ.